ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കനാണ്. വളരെ എളുപ്പം തന്നെ എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. വളരെ സ്വാദിഷ്ടമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കടയിലൊന്നും പോയി വാങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ 1 കിലോ ചിക്കൻ്റെ ചില്ലി ചിക്കനാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഞാൻ ബോണുള്ള ചിക്കനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ബോൺലെസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ബോൺലെസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിനെ ഒരു ചെറിയ പീസായിട്ട് കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. നിങ്ങൾക്ക് എരി കുറച്ചും കൂടെ കൂടുതൽ വേണമെന്ന് പക്ഷേ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ കുറച്ച് എരിവ് കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. ഒരു ശകലം കുരുമുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. ഞാൻ ഡാർക്ക് സോയാ സോസാണ് ഒഴിക്കുന്നത്. നല്ലൊരു കളറ് കിട്ടും സോയാ സോസ് ഡാർക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 2 മുട്ടയും കൂടെ ചേർക്കുന്നുണ്ട്. 1 കിലോ ചിക്കന് 2 മുട്ട. വലിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി. ഒരു മീഡിയം സൈസ് മുട്ടയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ചേർക്കണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി ഒരു മണിക്കൂറെങ്കിലും അത് മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. നന്നായിട്ട് തിരുമ്മി മാറിനേറ്റ് ചെയ്ത് നന്നായിട്ട് സ്പൂണും കൊണ്ട് വല്ല ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി അടച്ച് വയ്ക്കുകയോ ഫ്രിഡ്ജിൽ വയ്ക്കുകയോ ചെയ്യുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. മാറിനേറ്റ് ചെയ്ത ചിക്കന് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് തിളപ്പിച്ച്, ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. സൺഫ്ലവർ ഓയിലിനകത്ത് വറുത്ത് കോരിയെടുക്കും. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നന്നായിട്ട് വറക്കണം. നല്ല ക്രിസ്പി ആവണം. അല്ലാണ്ട് മഴമഴാന്നിരിക്കരുത്. നല്ല ക്രിസ്പി ആവണം. കോൺഫ്ലവറും എഗ്ഗും എല്ലാം കൂടെ പുറത്ത് നല്ലതായിട്ട് ബോണ്ടായി നന്നായിട്ട് ക്രിസ്പി ആകുന്നവരെ അതിനെ വറുത്തെടുക്കണം. ഒരു 15 മിനിറ്റൊക്കെ ഓരോരുത്തർക്ക് കിട്ടുന്ന ചിക്കൻ്റെ വേവ് അനുസരിച്ചിരിക്കും. നന്നായിട്ട് വറുത്തെടുക്കുക. നമ്മുടെ ചിക്കൻ നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. അതിനെ എണ്ണയ്ക്കകത്തുനിന്ന് കോരി ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ഞാൻ പിന്നെ കുറച്ച് 2 സവാള സ്ക്വയറായിട്ട് അരിഞ്ഞതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്പ്രിംഗ് ഓണിയൻ, അതിനെ സ്ക്വയറായിട്ട് അരിഞ്ഞത്, കുറച്ച് ജിഞ്ചർ, കുറച്ച് ഗാർലിക്ക്, കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയൻ്റെ ബോട്ടം ബിറ്റ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ്. സെപ്പറേറ്റ് മാറ്റി വയ്ക്കുക. നമ്മൾ പിന്നീട് ലാസ്റ്റിലാണ് ഉപയോഗിക്കുന്നത്. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നൊരു എപ്പോഴും നമ്മൾ ഇരുമ്പിൻ്റെ പാത്രമുണ്ട്, അതിനകത്താണ് ചെയ്യുന്നത് നല്ലത്. നല്ല ചൂട് വേണം. ഇരുമ്പിൻ്റെ ഒരു പാത്രമാണ്. ഏറ്റവും മാക്സിമം ഫ്ലെയിമിലിട്ട് ചെയ്യുക. തീ കുറയ്ക്കാതെ മാക്സിമം ഫ്ലെയിമിൽ ശകലം എണ്ണ ഒഴിച്ച്, ആ വറുത്ത എണ്ണ തന്നെ എടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ആ ജിഞ്ചറും ഗാർലിക്കും കൂട്ടി നന്നായിട്ടൊന്ന് ചൂടാക്കുക. നല്ല ഫ്ലെയിം ഇട്ട് ചെയ്യുക. എന്നാലേ നമുക്ക് ആ ചില്ലി ചിക്കൻ്റെ ആയിട്ടുള്ള ഫ്ലേവറും ടേസ്റ്റും കിട്ടും. നല്ല ഫ്ലെയിം ഉള്ളതിൽ മാക്സിമം ഫ്ലെയിം. കടയിലൊക്കെയാണ് ഹൈ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. നമുക്ക് വീട്ടിലുള്ള മാക്സിമം ഫ്ലെയിമിൽ ചെയ്യുക. നന്നായിട്ട് ജിഞ്ചറും ഗാർലിക്കും ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മളുടെ സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇടുക. സോഗി ആകരുത്. നല്ല ഫ്ലെയിം ഇട്ടിട്ട് നമ്മൾ വഴണ്ട് പോരുത്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം. അത് എന്നാലേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതിനെ നല്ല ഫ്ലെയിമിലിട്ട് അതിനെ ഒന്ന് ചൂടാക്കുക. അതുകൊണ്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി എരിവിൻ്റെയൊക്കെ അനുസരിച്ച്. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ആ ക്യാപ്സിക്കവും ആ സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞു വെച്ചിരുന്ന സ്പ്രിംഗ് ഓണിയൻ്റെ ടോപ്പ് ഭാഗം അരിഞ്ഞു വെച്ചിരുന്ന മുകളിലത്തെ ഭാഗവും കൂടെ ഇട്ട് വഴറ്റുക. ഇതെല്ലാം കൂടെ 1 മിനിറ്റ് മുതൽ 1.5 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കുക.
അങ്ങ് ഒരുപാട് വഴണ്ട് പോകണ്ട. അതിനുശേഷം ഞാൻ അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് അതും ഇട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തേക്ക് ഇട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനകത്തേക്ക് കുറച്ച് സോയ സോസും കുറച്ച് ചില്ലി സോസും ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ കച്ചപ്പും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഞാനിത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. അത് മാത്രമല്ല പുളി എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ശകലം എരിവ് ഇരിക്കത്തക്ക രീതിയിൽ ഞാൻ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ടൊമാറ്റോ കച്ചപ്പ് ഒഴിക്കുന്നില്ല. ഇതെല്ലാം ഒഴിച്ച് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കുക. ഇന്ന് ചൂടായി കഴിയുമ്പോൾ ശകലം ഏകദേശം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ശകലം വെള്ളത്തിൽ കലക്കി ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഇച്ചിരൂടെ ഗ്രേവി ആവണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിന് ഇച്ചിരൂടെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ചെയ്യാം. അതിപ്പോൾ ഇച്ചിരൂടെ ഗ്രേവി ആയിട്ട് കിട്ടും. പക്ഷേ ഞാൻ ഗ്രേവി കുറച്ചാണ് എടുക്കുന്നത്. എന്നിട്ട് അതുകൂടെ എടുത്ത് നല്ല ഫ്ലെയിമിലോട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കിയുള്ള സ്പ്രിംഗ് ഓണിയനും ഇട്ട് ഗാർണിഷ് ചെയ്യുക. ഗാർണിഷ് ചെയ്താൽ നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയായി. നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.